ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 4-ലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. ദ ബോഡി പൊളിറ്റിക് എന്ന് പറഞ്ഞ പോയമാണ്. ഇറ്റ്സ് ബൈ ഹിറോമി ഗോട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ മാർക്ക് ചെയ്തതായിട്ട് കാണാം. ഹിറോമി ഗോട്ടോ വാസ് ബോൺ ഇൻ ചിബാക്കൻ, Japan in 1966 and immigrated to Canada with her family in 1969. They lived on the west coast of British Columbia for 8 years. നമ്മുടെ ഓഥർ ഹിറോമി ഗോട്ടോ ഈസ് എ ജാപ്പനീസ് ബോൺ കനേഡിയൻ റൈറ്റർ. ഓക്കെ, ജപ്പാനിൽ ജനിച്ചിട്ട് കാനഡയിൽ പിന്നെ ജീവിച്ചിട്ടുള്ള റൈറ്ററാണ്. സോ ആളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ഈ ഒരു പോയം ആക്ച്വലി ആളുടെ കൾച്ചർ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ജാപ്പനീസ് പോയറ്റ് ആണ് എന്നുള്ളത്, ജാപ്പനീസ് കൾച്ചറിനാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ദേ മൂഡ് ഓൺ ടു ബ്രിട്ടീഷ് കൊളംബിയ, കാനഡയിലുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് മൂവ് ചെയ്യാണ് പിന്നെ ചെയ്തത്. ഓക്കെ, ദെൻ Colombia. They lived on the west coast of British Columbia for 8 years before moving to Natron, Alberia, a small town in the foothills of Rocky Mountains, where her father farmed mushrooms. Goto won her BA in English from University of Calgary in 1989, where she received creative writing instruction from eminent writers like Aretha Van Herk and Fred Wach. ഓക്കെ, സോ അവര് എന്താണ് ബാക്കി അവരുടെ ലൈഫിൽ പിന്നെ ഇവരുടെ ഫാദർ ഒരു മഷ്റൂം ഫാമർ ആയിരുന്നു. ഒരു മൗണ്ടൻ ഏരിയ, വില്ലേജ് ഏരിയയിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. പിന്നെ ഇവർ BA ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ് എടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി എന്നായിരുന്നു. അവിടെ നിന്ന് പല റൈറ്റേഴ്സായിട്ട് ഇവർക്ക് കണക്ഷൻസ് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ തന്നെ ലാസ്റ്റ് ഇവിടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈനോട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോട്ടോ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹർ ഗ്രാൻഡ് മദർ ഹു ടോൾഡ് ഹർ ജാപ്പനീസ് സ്റ്റോറീസ് ആൻഡ് ഹർ ഫാദർ ഹു ടോൾഡ് ഹിസ് ലൈഫ് സ്റ്റോറീസ് ഇൻ ജപ്പാൻ. ജപ്പാനിലുള്ള സ്റ്റോറീസ്. ഓക്കെ, സോ ഗോട്ടോ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ ഗ്രാൻഡ് മദർ ഒരുപാട് ജാപ്പനീസ് റിലേറ്റഡ് കൾച്ചറൽ സ്റ്റോറീസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെറുപ്പം തൊട്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫാദറും എന്താണ് ജാപ്പനീസ് ലൈഫ് സ്റ്റോറീസ്, അവർ വളർന്നിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഗോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓഥർ ഒരുപാട് ജാപ്പനീസ് കൾച്ചറിൽ വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പോയത്തില്, നമ്മുടെ പോയത്തിന്റെ പേര് ബോഡി പൊളിറ്റിക് എന്നാണ്. ഹെർ വർക്ക്സ് ഓഫൺ ഫീച്ചേഴ്സ് സ്റ്റോറീസ്, മിത്സ് ആൻഡ് ഫോക്ക് ക്രീച്ചേഴ്സ് ഫ്രം ജപ്പാൻ. They also explore the themes of race, gender and cultural experiences while moving between realms of fantasy, horror and reality. ആളുടെ പ്രധാനമായിട്ടും വർക്കുകൾ കാണുന്ന തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തുകൾ, അതായത് കെട്ടുകഥകള്, ഫോക്ക് ക്രീച്ചേഴ്സ് ഫ്രം ജപ്പാൻ റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ. നമ്മൾ പറയില്ലേ ഈ പഞ്ചതന്ത്ര കഥകൾ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പഴയ കാലത്തൊക്കെ അറിഞ്ഞിട്ടുള്ള മിത്ത് കഥകൾ, അതായത് നമ്മൾ ദൈവങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഓരോ കഥകളല്ലേ, അങ്ങനത്തെ കഥകളൊക്കെയാണ് ആൾ ഏറ്റവും കൂടുതൽ ആളുടെ പോയംസിലൊക്കെ ഡിസ്കസ് ചെയ്യാറ്. അതുപോലെ തന്നെ റേസ്, ജെൻഡർ, കൾച്ചറൽ എക്സ്പീരിയൻസസ്, അങ്ങനത്തെ തീമുകളും ആള് പോയത്തിൽ എന്താണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫാന്റസി, ഹൊറർ, റിയാലിറ്റി, അതെല്ലാം ആൾ ഉപയോഗിക്കുന്ന സ്റ്റൈലുകളാണ് ഇങ്ങനത്തെ പോയംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾക്ക് പഠിക്കാനുള്ള ഈ പോയത്തിൽ കൂടുതലും ഈ ജെൻഡർ, റേസ്, അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, then she develops a powerful conversation about cultural conflict of an immigrant that happen over a choice of food and language and explores what it means to belong. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, അതായത് ഇപ്പോൾ ജപ്പാനിലുള്ള ഒരാൾ ഇപ്പോൾ കാനഡ പോലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഇമിഗ്രൻ്റ് ആയിട്ടാണ് അവരോട് പോവുക. ഓക്കെ, നമ്മൾ പറയില്ലേ വേറൊരു രാജ്യത്തുള്ള ഒരാൾ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ, ഇപ്പോൾ നമ്മൾ കുറേ പേര് പോകുന്നുണ്ട്, ഇമിഗ്രൻസ് ആണ് അവർ പറയുക. കാനഡയിൽ പോകുന്നുണ്ട്, ലണ്ടനിൽ പോകുന്നുണ്ട്, യൂറോപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇമിഗ്രൻ്റുകളാണ്, അതായത് അവരുടെ സ്വന്തം കൺട്രി അതല്ല. അപ്പൊ അങ്ങനെ പോകുന്നവരുടെ ഉള്ളിൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കൊണ്ടൊരു സംഭവം ഉണ്ടാവും. എന്താന്ന് വെച്ചാല് അവരുടെ കൾച്ചർ, ഇപ്പൊ നമ്മളിവിടെ നാട്ടിൽ മുണ്ടുടുത്ത് നടക്കുന്ന ആണുങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ ഇവിടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതൊന്നും ആവില്ല അവിടെ ഉണ്ടാവുക. കൾച്ചറുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. സോ ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ട് എന്താണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആള് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഒരു പ്രധാനമായിട്ടുള്ള എന്താണ് കൾച്ചറാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ചോറും കറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് ശീലമായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആകെ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണമായിരിക്കും ചിലപ്പോൾ കഴിക്കാനുണ്ടാവുക കുക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതൊക്കെ ആളുടെ പോയംസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ പോയത്തിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പോയത്തിനെ കുറിച്ചൊരു ഷോർട്ട് സമ്മറി പറഞ്ഞുതരാം. ദ ബോഡി പൊളിറ്റിക് ഈസ് എ പോയം ദാറ്റ് ഡെപിക്ട്സ് ദ സ്ട്രഗിൾ ഓഫ് ആൻ റേഷ്യലി ഡിസ്ക്രിമിനേറ്റഡ് ഇമിഗ്രന്റ്. ഓക്കെ, ഇവിടെ റേസിന്റെ മോളില്, ഓക്കെ, റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമ്മൾ ജാതി അങ്ങനെ പറയുന്നത് തന്നെയാണ് റേസ് എന്ന് പറയുക, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ,
ബേസ്ഡ് ഓൺ കളർ, അവരുടെ സ്കിന്ന്, അവരുടെ ആ ഒരു ഷേപ്പ്, അങ്ങനെ നമ്മളൊരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേർതിരിച്ച് കാണുകയാണെങ്കിൽ അതിന് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഓക്കെ, പോയം കാണിക്കുന്നത് ഒരു റേഷ്യലി ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഇമിഗ്രന്റ് ആണ്, അതായത് മറ്റൊരു കൺട്രിയിൽ നിന്ന് വന്നിട്ടുള്ള പോയറ്റ് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ജപ്പാനിലാണ് ആൾ ഇമിഗ്രന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ റേഷ്യലി ഡിസ്ക്രിമിനന്റ് ആയിട്ടുള്ള ഒരു ഇമിഗ്രന്റിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഹിയർ പ്രസൻസ് ഹെർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ് ഷീ ഹാഡ് ടു ഫേസ് ആസ് ആൻ ഇമിഗ്രന്റ്. ഒരു ഇമിഗ്രന്റ് ആയി വന്നതിന് ശേഷം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേയും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരു കൺട്രിയിൽ, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരാൾ, ഞാൻ എന്താ പറയുക, നിങ്ങൾ കാനഡയിലോ യു കെയിലൊക്കെ പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾക്ക് അവരുടെ കൾച്ചറിൽ നമ്മൾ വേറൊരാളാണ്. ഓക്കെ, അപ്പോൾ അപ്പം ഉണ്ടാവണം നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മൾ ശരിക്കും എന്താണ് എന്നുള്ളൊരു, ഏത് കൾച്ചറിൽ നിൽക്കണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിനാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയാം. ഓക്കെ, ഷീ പോയിന്റ്സ് ഔട്ട് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ആൻഡ് കണ്ടീഷനിങ് ഓഫ് ദ നോർമേറ്റീവ് ബോഡി ആൻഡ് ഹൗ പീപ്പിൾ who do not fit in the category are banned as the other. She reflects the struggles of Asians who are visible minority and are discriminated against the stereotype on the basis of their race and color and distinctive appearance every single day. ഇവിടെ ആള് പ്രധാനമായിട്ടും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ, ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ പല രീതിക്ക് ഈ പുറത്തുള്ള കൺട്രീസിൽ ഫേസ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ബോഡി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജാപ്പനീസ് ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ ശരീരവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നോർമലി നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ പോലെയല്ല, അല്ലെങ്കിൽ അവരുടെ കളർ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇങ്ങനെ ബോഡി വെച്ചിട്ട് എന്താ പറയുക, വേർതിരിച്ച് കാണുന്ന ആ ഒരു അവസ്ഥേനെയൊക്കെ കുറിച്ചിട്ട് പോയിട്ട് ഇവിടെ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ട്, കളർ ബേസ് ചെയ്തിട്ട്, റേസ് ബേസ് ചെയ്തിട്ട് ഇത്തരം സംഭവങ്ങൾ അവരോടെ എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പോയത്തില്. ഇനി ദ ബോഡി പൊളിറ്റിക് എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ദാറ്റ് ഹൈലൈറ്റ്സ് ഹൗ ദ പൊളിറ്റിക്സ് ഓഫ് നോർമാലിറ്റി ആൻഡ് അതർനെസ് ഇസ് ഷേപ്ഡ് അറൌണ്ട് ദ ബോഡി. ഇവിടെ നമ്മുടെ ബോഡി പൊളിറ്റിക്, ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ ബോഡിക്കുള്ള ഒരു പൊളിറ്റിക് എന്നുള്ളൊരു അർത്ഥമാണത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് അവരുടെ സ്കിൻ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ബോഡി ഷേപ്പ് കണ്ടിട്ട് അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ആളുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ബേസ്ഡ് ഓൺ ദ സ്കിൻ, അതുപോലെ തന്നെ സ്കിൻ കളർ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ബോഡി ഹെയർ, അവരുടെ ആ ഒരു ശൈലി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഫ്രിക്കയിലുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അവർ ചിലപ്പോൾ ആഫ്രിക്കയിൽ ജീവിക്കണവരൊന്നും ആവില്ല. ചിലപ്പോൾ അവർ യു കെയിൽ ജനിച്ചു വളർന്നവരാവും, അതുപോലെ തന്നെ അറേബ്യൻ കൺട്രീസിൽ ജനിച്ചു വളർന്നവരാവും, അല്ലേ? അപ്പൊ അതിനാണ് നമ്മൾ ബോഡി പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റ് ഓഫ് ബോഡി പറയണത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ജഡ്ജ്മെന്റ് എന്താണ്, പൊളിറ്റിക്സ് ഓഫ് നോർമാലിറ്റി ആൻഡ് അതർനെസ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പൊളിറ്റിക്സ് എന്താണ്, അങ്ങനെ നോർമാലിറ്റി അല്ലെങ്കിൽ നോർമലായിട്ട് കാണാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അതർനെസ് മറ്റെന്തോ ആയിട്ട് കാണുന്ന ഒരവസ്ഥ, അതിനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഗോട്ടോ ഇൻകോർപ്പറേറ്റ്സ് ഇമേജ്, സയൻസ് ആൻഡ് സിമ്പിൾ, ജാപ്പനീസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർസെൽഫ് ഇൻ ദ പോയം ടു ടോക്ക് ഓഫ് ഹെർ റേഷ്യലി സെൽഫ് ദാറ്റ് കനോട്ട് ബി കൺവേഡ് ത്രൂ ദ വേർഡ്സ് ഓഫ് അറേഞ്ച്ഡ് സിമെട്രിക്കലിറ്റി. ഇത് നമ്മുടെ പോയത്തിൽ എന്താ പറയുക, ഒരു നോർമൽ പോയം പോലെയല്ല. ഈ പോയത്തിൽ ഒരുപാട് സിമ്പിൾസ്, അതുപോലെ തന്നെ ഇമേജസ്, പിന്നെ ലൈനുകളുടെ ഇടയിൽ കുറെ ഇങ്ങനെ വിട്ടിട്ടുള്ള സ്പേസസ്, അങ്ങനെ ഇറഗുലാരിറ്റീസ് കാണാം. അപ്പോൾ ഇതൊക്കെ ആളിങ്ങനെ ആ ഒരു എന്താണ് ചുറ്റുമുള്ള ആ ഒരു സറൗണ്ടിങ്ങിനെ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു എന്താണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം ഉണ്ട്, റേഷ്യലി ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയണത് കേട്ടോ. സോ ഇനി പോയം വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സിമ്പിളായിട്ട് എക്സ്പ്ലനേഷൻസിലൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഏരിയാസ് ഉള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടത് കാണാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറോട് കൂടിയിട്ടാണ്. സോ ദാറ്റ് വിച്ച് യു ക്യാരി വിത്ത് യു അറ്റ് ഓൾ ടൈം ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ലൈക്ക് എ costume or eaten like a 5-course dinner, the single fold in the eyelid that's in there. So ഇവര് ആദ്യം തന്നെ ഈ ഒരു പോയത്തിന് തുടങ്ങുന്നത് ഇവരുടെ ബോഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജാപ്പനീസ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പൊ അവരുടെ ബോഡിയെ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ, ദാറ്റ് വിച്ച് യു ക്യാരി വിത്ത് യു ഓൾ ടൈംസ്. ഓക്കെ, നമ്മുടെ ബോഡി നമ്മൾ എല്ലാ ടൈമും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന സംഭവമാണ്. ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ലൈക്ക് കോസ്റ്റ്യൂം. ഒരു കോസ്റ്റ്യൂം മാറണ പോലെ നമുക്ക് നമ്മുടെ മുഖത്തിന്റെ സ്കിന്ന് മാറ്റാൻ പറ്റും ഒരു കോസ്റ്റ്യൂം മാറ്റണ പോലെ? ഇല്ല. ഓർ ഈറ്റൻ ലൈക്ക് എ 5-course ഡിന്നർ, അതായത് നമ്മൾ 5 കോഴ്സുള്ള ഡിന്നറുകൾ
ഇപ്പോൾ ഡിന്നർ എന്താ പറയുക, പല പല ഡിഷുകൾ കൂടിയിട്ടുള്ളൊരു ഡിന്നർ കഴിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ബോഡീനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ദ സിംഗിൾ ഫോൾഡ് ഇൻ ദി ഐലിഡ് ദാറ്റ്സ് ഇൻ ദർ. അപ്പോൾ എൻ്റെ കണ്ണിലുള്ള ഐലിഡ്, ഓക്കെ, ആ സിംഗിൾ ഫോൾഡ് അത് തന്നെയാണ് എൻ്റെ ബോഡിയിലും ഉള്ളത്. സീയിങ് ഫ്രം സ്ലാൻഡഡ് ഐസ് റാദർ ദാൻ സീയിങ് വിത്ത് എ സ്ലാൻഡ് ത്രൂ ദ ലാറ്റർ ഈസ് പോസിബിൾ ഇൻ കൺജങ്ഷൻ വിത്ത് ദ ഫോർമർ. മൈ സ്ലാൻഡ് ഈസ് ഡിഫറെന്റ് ഫ്രം യോഴ്സ്, ഡിഡ്ന്റ് യു സീ. സോ ഇവിടെ ഈ 3 ലൈൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സീയിങ് ഫ്രം സ്ലാൻഡഡ് ഐസ് റാദർ ദാൻ സീയിങ് വിത്ത് എ സ്ലാൻഡ്. കണ്ണിന്റെ ഉള്ളിൽ, സ്ലാൻഡഡ് മീൻസ് ഒരു ചെറിയൊരു വളവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇടവ്. ഇങ്ങനെ ഈ ജാപ്പനീസ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണ് ഒന്ന് ഉള്ളിലായിരിക്കും. സോ സ്ലാൻഡഡ് ഐസിലൂടെ കാണുന്നതിനേക്കാട്ടിലും എന്താ പറയാ, ഒരു സ്ലാൻഡോട് കൂടിയിട്ട് എന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മൈ സ്ലാൻഡ് ഈസ് ഡിഫറെന്റ് ഫ്രം യുവേഴ്സ്, ഡോണ്ട് യു സീ. എൻ്റെ എന്താ പറയാ സ്ലാൻഡ്, കണ്ണിലുള്ള ആ ഒരു വിടവ് നിങ്ങളുടെ കണ്ണിലുള്ള പോലെയല്ല. ഒന്നുമില്ല, ആൾ അവരുടെ ബോഡി ഡിഫറൻസ് പറയുകയാണ്. ഓക്കെ, ദ പോയറ്റ് ഈസ് ആക്ച്വലി ടെല്ലിംഗ് അബൌട്ട്, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോയം പോയറ്റ് ഈസ് ആക്ച്വലി ടെല്ലിംഗ് അബൌട്ട് how his body is different from the other people, and he is telling that it is perfectly okay because എന്താ പറയാ, നോർമലി എല്ലാ ബോഡീസും ഡിഫറെന്റ് ആയിരിക്കും എന്നൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. ഓഫ് കോഴ്സ് യു ഡു, യു ആർ ദ വൺ ഹു ബോട്ട് ഇറ്റ് അപ്പ് ആഫ്റ്റർ ഓൾ. നമ്മൾ മുന്നേ പറഞ്ഞ ലൈൻ തന്നെ, മൈ സ്ലാൻഡ് ഈസ് ഡിഫറെന്റ് ഫ്രം യുവേഴ്സ്, ഡോണ്ട് യു സീ. ഓഫ് കോഴ്സ് യു ഡു, യു ആർ ദ വൺ ഹു ബ്രോട്ട് ഇറ്റ് അപ്പ് ആഫ്റ്റർ ഓൾ. ഇത് സംഗതി എന്താന്ന് വെച്ചാൽ, കോണ്ടെക്സ്റ്റ് ഒരു ജാപ്പനീസ് ആയിട്ടുള്ള നമ്മുടെ ഓതർ വേറെ എന്താ പറയാ, ബ്രിട്ടീഷ് കൊളംബിയയിൽ ഇപ്പോൾ ഒരു നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള ഈ എന്താ പറയാ ഫോറിൻ ആളുകൾ ഇവരെ കാണുമ്പോൾ ഇവരുടെ ബോഡി ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ജഡ്ജ് ചെയ്യുമ്പോൾ ഇവര് റെസ്പോൺസ് ആയിട്ട് പറയുന്ന ഒരു പോയാണ്. ശരിക്കും അങ്ങനെ ജഡ്ജ് ചെയ്യണില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള പല പല ആളുകളുടെ കാഴ്ചപ്പാടിലൂടെ ഇവരെ കാണുന്നത് കണ്ടപ്പോൾ ഇവർ ജഡ്ജ് ചെയ്യുന്നവരെക്കെതിരെ പറഞ്ഞൊരു പോയാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളാണ് എൻ്റെ കണ്ണിന്റെ ആ ഒരു സ്ലാൻഡിങ് നോക്കുന്നത് അല്ലെ, നിങ്ങളാണ് നോക്കിയിട്ടുള്ളത്, ഞാൻ ആർക്കും നോക്കി പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. Of course you do, you are the one who brought it up after all. Slant as opposed to straight, honestly lying in the curve of an eye. If I glance sideways I see more than you do looking straight ahead. So എന്താണ് എൻ്റെ കണ്ണിലുള്ള ആ ഒരു സ്ലാൻഡിങ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ജാപ്പനീസ്, ഞാൻ മുന്നേ പറഞ്ഞു ജാപ്പനീസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ കണ്ണുകൾ ഭയങ്കര ഉള്ളിലായിരിക്കും, ഒരു സ്ലാൻഡ് ഉണ്ടാവും, ഒരു കർവ് അല്ലെങ്കിൽ ഒരു കുഴി പോലെ അങ്ങനെ ഉണ്ടാവും. സോ അപ്പോൾ ഇവർ പറയുകയാണ് എന്താ പറയാ, ഐ ഗ്ലാൻസ് സൈഡ് വേസ് ഐ സീ മോർ ദാൻ യു ഡു ലുക്കിംഗ് സ്ട്രേറ്റ്. അതായത് ഞാൻ സൈഡിലേക്ക് ഗ്ലാൻസ് ചെയ്താലും നിങ്ങളെക്കാൾ കൂടുതൽ കാഴ്ച എനിക്കുണ്ട്. എൻ്റെ കണ്ണുള്ളിലാണെങ്കിൽ എനിക്ക് ആ സ്ലാൻഡിങ്ങിലൂടെ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നതിനെക്കാട്ടിലും എന്താണ് കൂടുതൽ കാഴ്ചകൾ എനിക്ക് കാണാം. അതായത് നിങ്ങളെക്കാട്ടിലും കുറച്ചുകൂടെ ഇങ്ങനത്തെ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷനോട് കൂടിയുള്ള കണ്ണുകൾ എനിക്ക് ഇല്ല, അല്ലെങ്കിൽ കുറവാണ് എന്നാണ് ഓദർ പറയുന്നത്. മൈ വിഷൻ ഈസ് ഒബ്ലീക്ലി. അതിവിടെ കണ്ടോ പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അത് അവിടെ കാണിക്കുന്നത് അവരുടെ വിഷൻ എന്താണ് എന്നുള്ള രീതിയിൽ കാണിക്കാനാണ്. ഓക്കെ, എന്താണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. മൈ വിഷൻ ഈസ് ഒബ്ലീക്ലി മൈ ഐ ദ ഡിസ്റ്റൻസ് ഫ്രം മീ. അവിടെ ഒരു അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ട് എഴുതിയിരിക്കണേ. അങ്ങനെ ഇവിടെ ആൾ പറയാണ് എൻ്റെ വിഷൻ ഒബ്ലീക്ക് അല്ല. അതായത് ഒബ്ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈദർ പാരലൽ നോർ അറ്റ് എ റൈറ്റ് ആംഗിൾ. നമ്മൾ പറയാ സ്ലാൻഡിങ്, മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു ചെരിവുള്ള രീതിയിലാണ്. അപ്പൊ എൻ്റെ വിഷൻ അങ്ങനെയാണ്. ഓക്കെ, എൻ്റെ വിഷൻ അല്ലെങ്കിൽ എൻ്റെ കണ്ണിന്റെ രൂപങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ലേ ചൈനീസ് ജാപ്പാനീസ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണിങ്ങനെ കുഴിയില്, അപ്പൊ അതിനെ കുറിച്ചാണ് ഇത്രയും നേരം പറയണത്. എൻ്റെ വിഷൻ അങ്ങനെയാണ്, നിങ്ങളാണ് അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്, എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല. സോ അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്, ഐ ഡ്രസ് വിത്ത് കൾച്ചർ എവറി സിംഗിൾ മോർണിംഗ്. ഇനി എൻ്റെ കൾച്ചർ, അതായത് എൻ്റെ കൾച്ചർ ഇവരുടെ കൾച്ചർ പറയുന്നത് ജാപ്പനീസ് കൾച്ചറാണ്, അതിനെ കുറിച്ചിട്ടാണ് പറയണത്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലൈനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഐ ഡ്രസ് വിത്ത് കൾച്ചർ എവറി മോർണിംഗ്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ കൾച്ചറിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡ്രസ്സാണ് വെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ഞാൻ വെയർ ചെയ്യാറ്. ഐ ഈറ്റ് മൈ കൾച്ചർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ കൾച്ചറിന്റെ ഭാഗമാണ്. ആൻഡ് ബാഗ് ഇറ്റ് ഫോർ ലഞ്ച് ആൻഡ് ഇറ്റ് സിമേഴ്സ് ഇൻ എ സ്ലോ കുക്കർ വൈൽ ഐ ആം ഔട്ട് അറ്റ് വർക്ക്. സോ ഞാൻ എൻ്റെ ലഞ്ചും എന്താ പറയാ എൻ്റെ കൾച്ചറിലുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കാറ്. അതുപോലെ തന്നെ എന്താണ് ഒരു സ്ലോ കുക്കറിൽ ഞാൻ വർക്കിലേക്ക് പോകുമ്പോൾ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതായത് മെയിൻലി ഇവര് ജാപ്പനീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചൈനീസ് ആയിട്ടുള്ള ആളുകൾ, ചൈനീസ് അല്ല ഇവിടെ ഓതർ ജാപ്പനീസ് ആണ്, അവരുടെ ഫുഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ
ഡിഫറെന്റും ആണ് വിയേർഡും ആണ്. അതായത് അവര് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലതൊന്നും അങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഒന്നാവില്ല. ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടർ ഒക്കെ എന്താ പറയാ മുക്കിയിട്ട് കഴിക്കുന്ന ഫുഡ്സ് ഒക്കെ ഉണ്ടാവും അവരുടെ അടുത്ത്. അതുപോലെ അവർ കൂടുതലും റൈസ് ആണ് കഴിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ലോ കുക്കറിൽ എന്താണ് ലഞ്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം അതിൽ ഉള്ളിൽ റൈസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മെല്ലെ മെല്ലെ കുക്കായിട്ട് കഴിക്കാൻ പറ്റും. സോ ഇവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ചിട്ട് ഇവിടെ പറയുമ്പോൾ ഓതർ റിയാക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഐ ഡ്രസ് വിത്ത് കൾച്ചർ. ഞാൻ എൻ്റെ കൾച്ചറിനനുസരിച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യുക എവറി സിംഗിൾ മോർണിംഗ്. അതുപോലെ തന്നെ എല്ലാ മോർണിംഗും ഞാൻ എൻ്റെ എന്താണ് കൾച്ചറിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുള്ളൂ. എൻ്റെ കൾച്ചറിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് ഞാൻ കഴിക്കുള്ളൂ. ഓക്കെ, വൈൽ ഐ എം ഔട്ട് അറ്റ് വർക്ക്. ഈവൻ ഞാൻ പണിക്ക് പോവുകയാണെങ്കിൽ പോലും എൻ്റെ കൾച്ചറിലുള്ള ഭക്ഷണമേ ഞാൻ കഴിക്കുള്ളൂ. ഐ ഈറ്റ് കൾച്ചർ ഫോർ ഡിന്നർ ദെൻ ഐ ബെയ്ത്ത് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ്സ് മൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ അറ്റ് നൈറ്റ്. അതുപോലെ തന്നെ ഞാൻ ഡിന്നറിനും എൻ്റെ കൾച്ചർ തന്നെയാണ് കഴിക്കാറ്. അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ ഐ ബെയ്ത്ത് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ്സ് മൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ അറ്റ് നൈറ്റ്. ഞാൻ രാത്രി കുളിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഉറങ്ങുകയാണെങ്കിലും എൻ്റെ കൾച്ചർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ആളുടെ കൾച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു എന്താ പറയാ ഒരു ബോധത്തോടു കൂടിയുള്ള പറച്ചില് അതാണ് ഇവിടെ പറയുന്നത്. സം പീപ്പിൾ ആർ കൺഫ്യൂസ് പെർപ്ലെക്സ് ഡൗൺ റൈറ്റ് ഏംഗ്രി വിത്ത് മൈ കൾച്ചർ ഫിക്സേഷൻ. ചില ആളുകൾക്ക് ഇനി പറയാണ്, ചില ആളുകൾക്ക് എൻ്റെ കൾച്ചർ ഞാൻ ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, ഭയങ്കര പെർപ്ലെക്സ് മീൻസ് ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ആംഗ്രി, കുറെ പേർക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ യൂറോപ്യൻ കൺട്രീസിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ ഒന്നാണ് കൾച്ചറൽ പ്രാക്ടീസ് ഫോളോ ചെയ്തതിന്റെ ഭയങ്കര വേറൊരു കണ്ണിലൂടെ കാണുക. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് അവരോട് പറയുന്നത്. യു ഓൺലി മേക്ക് ഇറ്റ് മോർ ഓബ്വിയസ് ബൈ പോയിന്റിങ് ടു ഇറ്റ് യുവർ സെൽഫ് ദേ സേ ബീയിങ് സോ പൊളിറ്റിക്കലി കറക്റ്റ് അറ്റ് ഓൾ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ എന്താണ് യു മേക്ക് ഇറ്റ് മോർ ഓബ്വിയസ്. ഈ ആളുകൾ ഓൾറെഡി ഇവരെ ജഡ്ജ് ചെയ്യുന്ന അറിയാം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ അതിനെ കൂടുതൽ സീരിയസ്നെസ് ആക്കി കാണുന്നത് എന്താന്ന് വെച്ചാൽ അതിന് ഈ പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റിലൂടെ കാണുമ്പോഴാണ്. അതായത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അല്ലെ, അങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റ് ആവുക. അതായത് ഇപ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ വേറൊരു കൺട്രിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അത് ശരിയല്ല, അതല്ല കഴിക്കേണ്ടത്, ഇങ്ങനത്തെ ബ്രെഡും ഇങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് പോകുമ്പോഴാണ് അത് പൊളിറ്റിക്കലി കറക്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ അതുപോലൊരു പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. സോ ബീയിങ് സോ പൊളിറ്റിക്കലി കറക്റ്റ് ആൻഡ് ഓൾ ദാറ്റ്, നിങ്ങളാണ് അവിടെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ ഈ പുറത്ത് റേഷ്യൽ ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ആർട്ട് ഹിയർ, ലീവ് യുവർ പൊളിറ്റിക്സ് അറ്റ് ഹോം. ഞങ്ങളിവിടെ ഒരു ആർട്ടാണ് ഞങ്ങളുടെ കൾച്ചർ എന്ന് പറയുന്നത്. ശരിയാണ്, ജാപ്പനീസ് കൾച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അവരുടെ എഴുത്തും അവരുടെ എന്താ പറയാ ഭാഷ, അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ വരെ ഭയങ്കര ഭയങ്കര ആർട്ടിസ്റ്റിക് ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ആർട്ട് ഹിയർ, ലീവ് യുവർ പൊളിറ്റിക്സ് അറ്റ് ഹോം. നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്സ് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഞങ്ങളിവിടെ ഞങ്ങളുടെ കൾച്ചർ ഒരു ആർട്ട് പോലെ ഫോളോ ചെയ്യട്ടെ. I try scraping the hue of my skin with an X-Acto knife. I try sliding a razor blade to slice fold into my eyelids. It is painful and now I am deformed as well as colored. സോ ഇവര് പറയാണ്, ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ 2-3 ഇതായിട്ടാണ് ഇവിടെ ലൈൻസ് പറയുന്നത്. അതായത് ഒരു മൂർച്ചയുള്ള കത്തി, എക്സാക്ടോ നൈഫ് പറഞ്ഞാൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്താണ് എൻ്റെ സ്കിന്ന് എന്താ അതിന്റെ കളർ മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് ഇവര് വൈറ്റ് കളർ ആയിരിക്കും, ചിലർ ബ്രൗൺ കളർ ആയിരിക്കും, നമ്മൾ ഏഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ വൈറ്റ് കളർ തന്നെയാണ് പെർഫെക്റ്റ് കളർ, അല്ലെങ്കിൽ യു ആർ നോട്ട് വൈറ്റ് എന്നുള്ള രീതിയിൽ കമ്പാരിസൺ വരുന്ന അതിന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇമാജിനറി ആയിട്ട് പറയണ, അല്ലാണ്ട് ആരും സ്കിന്നിൽ കത്തി വെച്ചിട്ട് ഇതാക്കൊന്നുമില്ല. സോ എന്താ പറയാ വൈറ്റ് സ്കിന്ന് പീൽ ഓഫ് ചെയ്യാൻ നോക്കി. അതുപോലെ തന്നെ എൻ്റെ ഐലിഡുകൾ എന്താണ് റൈസർ ബ്ലേഡ് കൊണ്ട് സ്ലൈസ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ നോക്കി. അതായത് ഇവരുടെ കണ്ണിങ്ങനെ ഉള്ളിലായിരിക്കും, കണ്ണിന്റെ പോള എന്ന് പറയുന്നതാണ് ഐലിഡ്സ്. അതിങ്ങനെ ഉള്ളിൽ കിടക്കണത് ഇങ്ങനെ ചെത്തി പുറത്തേക്ക് ആക്കാൻ നോക്കി. ആൻഡ് ഇറ്റ് ഈസ് പെയിൻഫുൾ ആൻഡ് നൗ ഐ ആം ഡിഫോംഡ് ആസ് വെൽ ആസ് കളേർഡ്. ഇപ്പൊ ഞാൻ എന്താണ് നിങ്ങളുടെ പറയലും കേട്ടിട്ട് ചെയ്തിട്ട് ഞാൻ ഡിഫോംഡ് ആയി, അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു കളേർഡ് പേഴ്സണും ആയി. ആൻഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ ആസ്ക്ഡ് മീ ഇഫ് ഐ ഓൾവേസ് തോട്ട് ഓഫ് മൈസെൽഫ് ആസ് എ കളേർഡ് പേഴ്സൺ. സോ ഒരു കളേർഡ് പേഴ്സൺ ആയിട്ട് തന്നെയാണോ നിന്നെ ഇപ്പോഴും നീ തന്നെ കാണുന്നത് എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയുണ്ടായി. എന്താന്ന് വെച്ചാൽ ഇവര് കളേർഡ് എന്താ പറയാ, സാധാരണ യൂറോപ്യൻസ് ആണ് വൈറ്റ് കളർ പീപ്പിൾ, ബാക്കിയുള്ളവരൊക്കെ ബ്രൗൺ സ്കിൻഡ് പീപ്പിൾസ് ആണ്. ഏഷ്യൻസ് ഒക്കെ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അവരെ ബ്രൗൺ സ്കിൻഡ് പീപ്പിൾസ് ആണ് വിളിക്കുക. സോ നീ ഇപ്പോഴും ഒരു കളേർഡ് പേഴ്സൺ ആണോ? ഓക്കെ, നീ നിന്നെ തന്നെ ഒരു കളേർഡ് പേഴ്സൺ ആയി കാണുന്നുണ്ടോ എന്ന് ഒരുപാട് എൻ്റെ അവിടെ ഉള്ള ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ഒരു എന്താ പറയുക എക്സ്പ്ലനേഷനുള്ള
ഒരു ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ അതേപടി ചോദിച്ചിട്ടുള്ള ലൈനാണ്. എന്തുകൊണ്ടാണ് അവിടെ ഫ്രണ്ട്സ് കളേർഡ് പേഴ്സണായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈസ് വൈറ്റ് എ കളർ ആൻഡ് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ് വൈറ്റ്, ഐ ആസ്ക്ഡ്, ഓർ ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് നോർമൽ. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറാണോ? അങ്ങനെയാണെങ്കിൽ നീ നിങ്ങളെ തന്നെ ഒരു വൈറ്റ് കളേർഡ് പേഴ്സൺ ആയിട്ടാണോ കാണുന്നത്, അതോ എന്താ പറയാ ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനായിട്ടാണോ? നിങ്ങൾ ഇപ്പോൾ ഇത്ര കാലം നിങ്ങൾ കളർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാകും, അല്ലെങ്കിൽ കളർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കിന്നിന്റെ കളറിന് എത്രത്തോളം ഒരു ജഡ്ജ്മെന്റ് കൊടുക്കും, എത്രത്തോളമാണ് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുക എന്നൊരു സംഭവത്തിലാണ് ഓദർ പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഐ ഡോണ്ട് അഡ്രസ് മൈ കളർ ഇറ്റ് ഈസ് അഡ്രസ് ഫോർ മീ ഇൻ ദ വേസ് ഐ ഫൗണ്ട് ഇൻടോളറബിൾ. എന്താ പറയാ എനിക്ക് വളരെ ഇൻടോളറബിൾ ആയിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത എന്താ പറയാ കളറിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സഹിക്കാൻ പറ്റാറില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഐ ഡോണ്ട് അഡ്രസ് മൈ കളർ ഇറ്റ് ഈസ് അഡ്രസ് ഫോർ മീ ഇൻ ദ വേസ് ഐ ഫൗണ്ട് ഇൻടോളറബിൾ. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, ടോളറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്ത. സോ കളറിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പീപ്പിൾ വാണ്ട് ടു ഡ്രസ് മീ അപ്പ് ഇൻ kimonos and garter belts. They want to hear about Zen and Buddhism and ritual. അതുപോലെ തന്നെ ആളുകൾക്ക് want to dress me up in kimonos. കിമോണീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ആക്ച്വലി മിസ്പ്രൊണൗൺസ്ഡ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് കിമോണോ എന്നാണ് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ. ഇവിടെ ഇങ്ങനെ ഓദർ ഡെലിബറേറ്റ്ലി പറയണം. അതായത് കിമോണീസ് ആണ് ഫോറിനേഴ്സ് ഇവര് വിളിക്കുക. കിമോണീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് ആയിട്ടുള്ള ലേഡീസ് വെയർ ചെയ്യുന്ന ഒരു ലോങ് സ്ലീവ് ഒക്കെ ഉള്ള ഒരു ഡ്രസ്സാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു ഗൗൺ പോലത്തെ. സോ ആളുകൾക്ക് എന്നെ കിമോണീസ് ഡ്രസ്സ് ഇടാനും അതേപോലെ തന്നെ ബെൽറ്റ്സ്, അതിങ്ങനെ അവരുടെ എന്താ പറയാ ഹിപ്പിൽ അറ്റാച്ച് ചെയ്യുന്ന ബെൽറ്റ് കൂടിയുള്ളതാണ്, അതൊക്കെ ഇടിപ്പിക്കാനും ഒക്കെയാണ് ആവശ്യം. ദേ വാണ്ട് ടു ഹിയർ അബൌട്ട് സെൻ ആൻഡ് ബുദ്ധിസം ആൻഡ് റിച്വൽ. അതായത് എന്റെ അടുത്ത് വന്നിട്ട് ഇവരുടെ അടുത്ത് സെൻ ബുദ്ധിസം എന്താണ്, ബുദ്ധിസത്തിന്റെ സംഭവങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ പീപ്പിൾ ആസ്ക് മീ ഔട്ട് ഹെയറി ക്യാരി. ദേ വാണ്ട് ടു സ്കീൽ ഓവർ ടൈനി സ്ലൈസസ് ഓഫ് റോ ഫ്ലഷ്. Harry Carey, they want to squeal over tiny slices of raw fish and finish off with exotic oriental sex. Whatever that is, I wasn't dressed in your TV costume. Let's stand together naked and see who blushes first. So ഓദർ ഇവിടെ ഭയങ്കര എക്സ്ട്രീംലി എന്താ പറയുക ദേഷ്യത്തോടുകൂടെ റിയാക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവർ പറയാണ് ദേ വാണ്ട് ടു സ്ക്വീൽ ഓവർ ടൈനി സ്ലൈസസ് ഓഫ് റോ ഫിഷ് ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണ ശൈലികളായിട്ടുള്ള റോ ഫിഷ് ഇവർ കഴിക്കും. ജാപ്പനീസ് ആയിട്ടുള്ള ആളുകൾ കഴിക്കണതാണ്. അപ്പോൾ അവരിങ്ങനെ അതിനെ കുറിച്ചിട്ട് റോ ഫിഷിനെ കുറിച്ചിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഫിനിഷ് ഓഫ് വിത്ത് എക്സോട്ടിക് ഓറിയന്റൽ സെക്സ് വാട്ട് എവർ ദാറ്റ് ഈസ്. അതുപോലെ തന്നെ ഇവരെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കും. അതായത് ആളുകൾ ഇവരോട്ട് വന്ന് ഇങ്ങനെ ചോദിക്കുക ഓരോ കാര്യങ്ങൾ, അതിനെ കുറിച്ച് എന്താണ് എന്താ പറയാ ജ്യൂസ് എന്താണ്, സെന്ന് ബുദ്ധിസം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ, ഐ വാസൻ ഡ്രസ്ഡ് ഇൻ യുവർ TV കോസ്റ്റ്യൂം. ഓക്കെ, ലെറ്റ് സ്റ്റാൻഡ് ടുഗദർ നേക്കഡ് ആൻഡ് സീ ഹൂ ബ്ലഷസ് ഫസ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾ TV കണ്ട പോലുള്ള ഒരു ജാപ്പനീസ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് വന്ന് ചോദിക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും നേക്കഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ മനുഷ്യനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരാണ് ആദ്യം ബ്ലഷ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ ഉളുപ്പും അതുപോലെ തന്നെ നാണവും ഉള്ളൊരു പച്ചയായ മനുഷ്യൻ തന്നെയാണ് ഞാൻ. എന്നോടാണെങ്കിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ദേഷ്യം വരികയും ചെയ്യും, അതുപോലെ തന്നെ റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും വരും. ദെൻ പീപ്പിൾ ആസ്ക് മീ വാട്ട് ഐ ഡു ആൻഡ് ഐ സേ ഓ ഐ ഡു എ ലിറ്റിൽ റൈറ്റിംഗ്. ഡു യു റൈറ്റ് പോയട്രി ടു someone will ask and I say yeah a little bit. അപ്പോൾ ആളുകൾ എന്നോട് വീണ്ടും വന്ന് ചോദിക്കാറുണ്ട്. കാരണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാണ് ആളുകൾ എന്നോട് അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ, ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പറയാനുള്ളത് റൈറ്റിംഗ് ചെയ്യാറുണ്ടോ ചോദിക്കുകയാണ്. അപ്പൊ റൈറ്റിംഗ് ചെയ്യാറുണ്ട് പറയുമ്പോൾ പോയട്രി ആണോ എഴുതുന്നത് ചോദിക്കും. ഓക്കെ, യെസ് പോയട്രി എഴുതാറുണ്ട് എന്ന് ഓദർ റിപ്ലൈ കൊടുക്കുക. അപ്പൊ തന്നെ ഇവര് ചോദിക്കണം പ്ലീസ് മേക്ക് അപ്പ് എ ഹൈക്കു ഫോർ അസ്. ഓക്കെ, വി ലവ് ടു ഹിയർ എ ഹൈക്കു ഫ്രം യു. ഈ ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പനീസിലുള്ള ഒരു പോയട്രി സ്റ്റൈലാണ്. ഓക്കെ, ഹൈക്കു HAIKU. ഹൈക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ജാപ്പനീസ് പോയം, ഒരു ടൈപ്പ് ഓഫ് പോയട്രി, നമ്മുടെ സോണറ്റ് ഒക്കെ പോലെ. ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പനീസ് പോയറ്റിക് ഫോം. ഇറ്റ്സ് കൺസിഡേർഡ് ഓഫ് 3 lines വിത്ത് 5 syllable ഇൻ ഫസ്റ്റ് ലൈൻ, 7 in second and 5 in third. ഇതേ ഫോർമാറ്റിൽ തന്നെ എഴുതണം, അല്ലാണ്ട് വെറുതെ കുറച്ച് ലൈൻ എഴുതല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പോയംസ് ജാപ്പനീസ് അതിൽ ഒരുപാട് ഫേമസ് ആണ്. അപ്പൊ നിങ്ങളൊരു ഹൈക്കു പറയുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ? ഇവര് പോയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുത്തുകാരിയാ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ ആളുകൾ എന്നോട് ചോദിക്കും ഒരു ഹൈക്കു പോയം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, നിങ്ങളൊരു ഫോം ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാണ്. ഇവരെഴുതുന്നത് ഹൈക്കു ഒന്നും ആവില്ല, ഇവരെഴുതുന്നത് വേറെ പോയായിരിക്കും. ബട്ട് ആണ്ടോ അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ, ഇങ്ങനത്തെ ജപ്പാനീസ് ആയിട്ടുള്ള പോയറ്റ് ആണെങ്കിൽ ഹൈക്കു എഴുതും. അങ്ങനെയുള്ള സംഭവങ്ങൾ ആണ് ഇവരോട് പറയുന്നത്.
ഐ ഡോണ്ട് ബി ഷൈ യുവർ ജാപ്പനീസ് ആൻഡ് സോ ക്ലവർ വിത്ത് ഹൈക്കു. അപ്പോൾ ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാണ്, ഏയ് നാണിക്കൊന്നും വേണ്ട, നിങ്ങൾ ജാപ്പനീസ് അല്ലേ, നിങ്ങൾക്ക് ഹൈക്കു ഒക്കെ ഒരുപാട് ചെയ്ത് ശീലമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുക ഞാനൊരു പോയം എഴുതിയിട്ട് പറയാണ്. ആ ഒരു ഹൈക്കു ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ഹൈക്കു പോയുണ്ട്. വെൻ ഐ വാസ് ഹിയർ വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ദർ ഇസ് സംതിങ് ഐ നീഡ് ടു നോ. വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ മേക്ക് അപ്പ് വേർഡ്സ് ഐ ലൈക്ക് മോർ ദാൻ ദി വൺസ് ഐ ലേൺഡ്. ഓക്കെ, ഇത് മൊത്തത്തിൽ എന്താ പറയാ, ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പോയാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഇത്തരം ആളുകളെ ഒന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പോയാണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണ് കുറച്ച് വേർഡ്സ് മേക്കപ്പ് ചെയ്യേണ്ടി വരും. ഐ നീഡ് ടു മേക്കപ്പ് സം വേർഡ്സ് ലൈക്ക് മോർ ദാൻ ദ വൺസ് ഐ ലേൺഡ്. അതേപോലെ തന്നെ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് അല്ല, എന്റെ കൾച്ചർ ഇംഗ്ലീഷും അല്ല, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഈ ബ്രേക്കുകളും പുതിയ പുതിയ വാക്കുകളും ഇൻവൈറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അതൊരു ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ പിള്ളേർ മെസ്സേജ്. Sure, I would love to talk about the way Prickle curves into the mountains, the feel of cool mud squeezing between the toes, and the shriek of children catching frogs for the first time in their lives. I would love to talk about the way moonlight looked on the bare skin, the moisture of breath hanging in the air above our faces, the sweet kiss lingering in the fold of my elbow for days. I could talk of newborn falls and singing birds, dragons, and hugging strangers. Sure, why not? ഈ ലൈൻസിൽ എന്താ പറയാ, ആള് എന്താ പോയം എഴുതുന്ന ആളാണ്, ഹൈക്കു എഴുതുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ആളൊരു റിപ്ലൈ കൊടുക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്തിനെ കുറിച്ചൊക്കെ, കർവ്ഡ് മൗണ്ടൻസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഫീൽ ഓഫ് കോൾഡ് മഡ് സ്ക്വീസിങ് ബിറ്റ്വീൻ ടോസ് ആൻഡ് ഷെയ്ക്ക് ഓഫ് ചിൽഡ്രൻ. അതായത് മഡ്, ചളി കാലുകളുടെ ഇടയിലൂടെ, നമ്മൾ ഈ പാടത്തൊക്കെ നടക്കുമ്പോൾ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സ്ക്വീസ് ആവുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ സന്തോഷത്തോടുകൂടെ ഷ്രീക്ക് ചെയ്ത് കരഞ്ഞിങ്ങനെ പോകുന്ന കുട്ടികള്, അവരെ കുറിച്ചിട്ട് എന്താണ്, അവര് ക്യാച്ചിങ് ഫ്രോഗ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദർ ലൈഫ്. ഫ്രോഗിനെ പിടിക്കുമ്പോൾ ഈ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ കരയൂലേ, സന്തോഷം കൊണ്ടും തന്നെ ആയിരിക്കും, പേടികൊണ്ടും ആയിരിക്കും. അപ്പൊ സ്ക്വീക്ക് ചെയ്ത് ഷ്രീക്ക് ചെയ്ത് കരയണ ആ ഒരു കുട്ടികളെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ കാണിക്കണം എന്താ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നേച്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തീം എഴുതുന്ന പോയിട്ടാണ്. അപ്പോൾ ഹൈക്കു എഴുതുന്ന പോയിട്ടൊന്നല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്ന പോയിട്ടാണ് എന്ന് റെസ്പോൺസ് കൊടുക്കുകയാണ്. ഓക്കെ, ദ മോയ്സ്ചർ ഓഫ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ വേ മൂൺലൈറ്റ് ലുക്ക്ഡ് ഇൻ ദ ബെയർ സ്കിൻ. അതുപോലെ തന്നെ മൂൺലൈറ്റ് ബെയർ സ്കിന്നിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, അതിനെ കുറിച്ച് പറയാൻ ഇഷ്ടമാണ്. മോയ്സ്ചർ ഓഫ് ബ്രെത്ത് ഹാങ്ങിങ് ഇൻ ദി എയർ അബൌവ് ദ ഫേസസ്, നമ്മുടെ ഫേസിന്റെ മുകളിൽ മോയ്സ്ചർ ഹാങ് ചെയ്ത് വരുന്നത് കാണാൻ, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട്. സ്വീറ്റ് കിസ് ലിങ്കറിങ് ഇൻ ദ ഫോൾഡ് ഓഫ് മൈ എൽബോ ഫോർ ഡേയ്സ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ സ്വീറ്റ് ആയിട്ടുള്ള കിസ് ഒരു സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷൻ കുറിച്ച് പറയാൻ ഇഷ്ടമാണ്. ഐ കുഡ് ടോക്ക് ഓഫ് ന്യൂ ബോൺ ഫോൾസ് ആൻഡ് സിംഗിങ് ബേർഡ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് അഗെയിൻ സ്ട്രേഞ്ചേഴ്സ്. ഷുവർ, വൈ നോട്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ ആയിട്ട് ജനിക്കുന്ന ഫോൾസ്, ആനിമൽസ്, അതുപോലെ തന്നെ സിംഗ് ചെയ്യുന്ന ബേർഡ്സ്, സ്ട്രേഞ്ചേഴ്സ് എന്താ പറയാ പരസ്പരം ഹഗ് ചെയ്യുന്നത്, സ്നേഹം കാണിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. ബട്ട് ചോയ്സ് ഈസ് എ പൊസിഷൻ ഓഫ് പ്രിവിലേജ് ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ചോയ്സ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണ്. ഞാൻ ഈ കൾച്ചർ ഫോളോ ചെയ്യാമെന്ന് ഞാൻ എടുത്ത ചോയ്സ് എന്താ പറയാ ഫോളോ ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്, അത് അഡ്രസ് ചെയ്യാൻ തന്നെ വേണം. ഓക്കെ, എന്നിട്ട് ആള് പറയണം, ഐ ക്യാൻ നെവർ അൺസിപ്പ് മൈ സ്കിൻ ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ. എനിക്കൊരിക്കലും എന്റെ സ്കിന്ന്, നമ്മൾ പറയില്ലേ സിബ് ഇല്ലേ, സിബ് നമ്മൾ ഷർട്ടിലും ഇതിലൊക്കെ ഉണ്ടാവില്ല, ടീഷർട്ടിലൊക്കെ സിബ്, ഈ സിബ് അൺസിപ്പ് ചെയ്തിട്ട് വേറെ സ്കിന്നിലേക്ക് മാറാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, സ്കിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിബ് ഊരിയിട്ട് വേറെ ഷർട്ട് ഇടണ പോലെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഐ ക്യാൻ നെവർ അൺസിപ്പ് മൈ സ്കിൻ ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ. ഐ ആം ഹാപ്പി വിത്ത് മൈ കളർ അൺടിൽ സം പോയിന്റ്സ് ഔട്ട് ഇറ്റ് ക്ലാഷസ് വിത്തൗട്ട് മൈ കോസ്റ്റ്യൂം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കളറിനോട് ഹാപ്പിയാണ്. ഓക്കെ, അൺടിൽ സംവൺ പോയിന്റ്സ് ഔട്ട് ഇറ്റ് ക്ലാഷസ് വിത്ത് മൈ കോസ്റ്റ്യൂം. അതായത് എൻ്റെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് എൻ്റെ സ്കിൻ കളർ ചേരുന്നില്ല എന്ന് പറയുന്നത് വരെ എന്താണ്, എൻ്റെ സ്കിൻ കളറിനോട് ഞാൻ ഹാപ്പിയാണ്. ഐ ഹോൾഡ് മൈ കൾച്ചർ ഇൻ മൈ ഹാൻഡ്സ് ആൻഡ് ഫ്രം ഇറ്റ് മൈ ഓൺ സോ ദാറ്റ് നോ വൺ എൽസ് ക്യാൻ ഷേപ്പ് ദ വേ ഇറ്റ് ലൈസ് അപ്പോൺ മൈ ബോഡി. അതുപോലെ തന്നെ ഐ ആം എക്സ്ട്രീംലി ലൗഡ് വിത്ത് മൈ കൾച്ചർ. എൻ്റെ ബോഡിയിൽ അത് ഹാങ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ കൾച്ചറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്താണ്, നോ വൺ എൽസ് ക്യാൻ ഷേപ്പ് ദ വേ ഇറ്റ് ലൈസ് അപ്പോൺ മൈ ബോഡി. ഒരാൾക്കും ഞാൻ ആ കൾച്ചറിനെ എൻ്റെ ബോഡിയിലേക്ക്
ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ കൾച്ചറിനെ എടുത്ത് വെയർ ചെയ്യുന്നത് മാറ്റാൻ പറ്റില്ല. ഐ എം എ ഹാപ്പി പേഴ്സൺ മോസ്റ്റ്ലി, ഐ സ്മൈൽ അലോട്ട്, യു നോ, മൈ ഹെൽത്ത്, മൈ ബോഡി, മൈ പൊളിറ്റിക്. ഞാനൊരു ഹാപ്പി പേഴ്സൺ ആണ്, അതുപോലെ തന്നെ ഐ സ്മൈൽ അലോട്ട്. എന്റെ ഹെൽത്ത്, എന്റെ ബോഡി എന്ന് പറയുന്നതും എന്റെ പൊളിറ്റിക്സ് ആണ്, അല്ലാതെ മറ്റൊരാളുടെ പൊളിറ്റിക്സ് അല്ല. എ സ്ലാൻഡ്, എ സ്കിൻ, എ സ്ലൈസ് ഓഫ്. അതുപോലെ തന്നെ ഒരു സ്ലാൻഡ്, അതുപോലെ എൻ്റെ സ്കിന്ന്, അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിലുള്ള ഒരു സ്ലൈസ് എല്ലാം എൻ്റെ തന്നെയാണ്. വേറൊരാൾക്ക് ജഡ്ജ് ചെയ്യാനുള്ളതല്ല എൻ്റെ ബോഡിയും എൻ്റെ കൾച്ചറും എൻ്റെ ബോഡിയിലുള്ള പൊളിറ്റിക്സും. ഓക്കെ, ഇറ്റ്സ് ഓൺലി ദാറ്റ് ഐ വാണ്ട് സം വൺ ടു നോ മീ ബൈ മൈ നെയിം. അതായത് നിങ്ങൾ എന്നെ എൻ്റെ പേര് കൊണ്ട് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ സ്കിന്നിൻ്റെ കളറോ എൻ്റെ സ്കിന്നിലുള്ള വളവുകളും അതുപോലെ തന്നെ കുഴികളും സ്ലാൻഡിങ്ങുകളും അതുപോലെ തന്നെ സ്ലൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് കുറിച്ചിട്ടൊന്നും നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. എൻ്റെ നെയിം വഴി നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയം എൻഡ് ചെയ്യണത്. ഓക്കെ, സോ ബേസിക്കലി ഒരു റെസ്പോൺസ് ടു ഈ ഇനീക്വാളിറ്റി ബേസ്ഡ് ഓൺ കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതിനെ കുറിച്ചിട്ട് റെസ്പോൺസ് തരികയാണ് പോയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം.